മാരെ, എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയരെ, ഈ ഹാളിലേക്ക്, നഗരിയിലേക്ക് സഹോദരന്മാരും സഹോദരിമാരും വന്നുകൊണ്ടിരിക്കുമ്പോൾ, അതിൻ്റെ എണ്ണം അധികരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, വിനയം കൊണ്ട് തല വീണ്ടും വീണ്ടും താഴ്ന്നു പോവുകയാണ്. ആവർത്തിച്ചു വരുന്ന വാക്ക് അൽഹംദുലില്ലാ എന്നതാണ്. എങ്ങനെയാണ് ദൈവത്തോട് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഒരു എക്സിബിഷൻ എങ്ങനെ നടത്തണമെന്ന് മലമുകളിലും താഴ്വരയിലും പുഴയോരങ്ങളിലും റിസോർട്ടുകളിലും അണക്കെട്ടിൻ്റെ പാറപ്പുറങ്ങളിലും ഇരുന്ന് നിരവധി തവണ ഞങ്ങൾ ചിന്തിച്ചു. അങ്ങനെ രൂപപ്പെട്ടതാണ് ഇന്ന് കാലത്തോട് പറയേണ്ട ഏറ്റവും വലിയ സന്ദേശം. നമ്മുടെ ഉത്തരവാദിത്തം അത് ബന്ധങ്ങളെക്കുറിച്ചായിരിക്കണം എന്നത്. ആ ബന്ധം സാക്ഷാത്കൃതമായി എന്നതാണ് ഈ കണക്റ്റയുടെ ഏറ്റവും വലിയ വിജയം. പ്രായമേറിയവർ, കുഞ്ഞുങ്ങൾ, ജൻസിയിൽപ്പെട്ടവർ, മലയാളി, കന്നഡക്കാരൻ, തമിഴൻ എന്നല്ല അറബികൾ വരെ ഇത് സന്ദർശിച്ചു. ആ അറബി സന്ദർശിച്ച ശേഷം എഴുതിയ ചില വരികളുണ്ട്. ഞാൻ ഇന്ത്യയിലെത്തി, കേരളത്തിലെത്തി, കണ്ണൂരിലെത്തി. കണ്ണൂരിൽ ഞാൻ ഒരു മഅറദ്, ഒരു എക്സിബിഷൻ കണ്ടു. അത്യന്തം മനോഹരമാണ്. അറബിയുടെ ചിന്തയും മലയാളിയുടെ ചിന്തയും കണക്റ്റ് ചെയ്യപ്പെട്ട ഒന്നാണിത്. ഒരുപാട് മനുഷ്യബന്ധങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. നമ്മൾ പറയാൻ ആഗ്രഹിച്ചത്, ബന്ധങ്ങളെല്ലാം തലങ്ങും വിലങ്ങും മുറിഞ്ഞു പോകുമ്പോൾ മനുഷ്യരുടെ ഒരു ബാധ്യതയാണ് ഇത് ഉണർത്തുക എന്നത്. നമ്മൾ അധികമൊന്നും ചെയ്തിട്ടില്ല, അധികമൊന്നും ചെയ്യാൻ സാധിച്ചിട്ടുമില്ല. ഒരുപാട് കുറ്റങ്ങളും കുറവുകളുമുണ്ട്. അതിനെപ്പറ്റിയാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു ചെറിയ ദൗത്യം നമ്മൾ നിർവഹിച്ചു. നമ്മൾ പറഞ്ഞത് ആദമിലേക്കുള്ള ബന്ധം സ്ഥാപിക്കണം, ഹവ്വയിലേക്കുള്ള ബന്ധം സ്ഥാപിക്കണം. ആദമും ഹവ്വയും മനുഷ്യരാശിയും പുറപ്പെട്ട ഭൂഖണ്ഡങ്ങളിലേക്ക് തുല്യ ദൂരമുള്ള ആദിമ പുണ്യസ്ഥലിയിലേക്കുള്ള ബന്ധം, ഏക മാനവികതയിലേക്കുള്ള ബന്ധം സ്ഥാപിക്കണം എന്നാണ്. നമ്മൾ രണ്ടാമത് പറഞ്ഞത്, ഈ സൗരയൂഥം കറങ്ങുന്നതൊരു ദിശയിലാണ്. കഅബാലയത്തിനു ചുറ്റും മനുഷ്യ സമൂഹം കറങ്ങുന്നതും ഒരു ദിശയിലാണ്. മനുഷ്യൻ്റെ ശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്നത് ഇടത്തു നിന്ന് വലത്തോട്ടാണ്. റോക്കറ്റുകൾ ഉയർന്നു പോകുന്നതും ഇടത്തു നിന്ന് വലത്തോട്ടാണ്. സഴി നടക്കുന്നത് ഇടത്തു നിന്ന് വലത്തോട്ടാണ്. മാതാവിൻ്റെ ഗർഭാശയത്തിലേക്ക് പ്രവേശനം തേടി ഈ പുരുഷ ബീജങ്ങൾ കറങ്ങുന്നതും ഇടത്തു നിന്ന് വലത്തോട്ടാണ്. കണ്ണൂർ ടൗണിൽ റൗണ്ട് അബൌട്ടുകളും ഇടത്തു നിന്ന് വലത്തോട്ടാണ്. ഇതൊരു വലിയ ചക്രമാണ്. മാനവരാശി സംഗമിക്കുന്ന വർത്തുള പ്രവാഹത്തിൻ്റെ ഭാഗമാകുന്ന കഅബാലയത്തിലെ ഇല്ലസ്ട്രേഷൻ അതാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ പറഞ്ഞു, മനുഷ്യനും തമ്മിലല്ല, പ്രകൃതിയും തമ്മിൽ ബന്ധമുണ്ട്. ഇവിടുത്തെ ഓരോ മരങ്ങളുമായി നിങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്നു. ശ്വാസോച്ഛ്വാസം മരത്തെ മറന്നുകൊണ്ടാവരുത്. അയൽപ്പക്കവുമായി നിങ്ങൾക്കുള്ള ബന്ധം, നിങ്ങളെ വളർത്തിയത് അവരാണ്, ഹിന്ദുവല്ല, മുസ്ലിമല്ല, മനുഷ്യനാണ്. നിങ്ങൾക്ക് അമ്മിഞ്ഞപ്പാല് തന്ന്, ഭക്ഷണം തന്ന്, സംരക്ഷിച്ച് ആട്ടി ഉറക്കിയത്. ബന്ധങ്ങളെ മറക്കരുത്. ഒരേ അമ്മയുടെ വയറ്റിൽ പിറന്നവരെ നിങ്ങൾ തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട്. അത് സാഹോദര്യത്തിൻ്റെ, മാനവികതയുടെ, മനുഷ്യത്വത്തിൻ്റെ ബന്ധമാണ്. ഇങ്ങനെ പല രൂപത്തിൽ നമ്മൾ ബന്ധപ്പെടുത്തിയപ്പോൾ ഇന്ന് പറയാതെ പോകുന്ന ഏറ്റവും വലിയ വിഷയം, അത് മനുഷ്യനും ശരീരവും ചേർന്ന ആത്മാവിനെ കുറിച്ചാണ്. 11 മാസക്കാലം ഞങ്ങൾ അവതരിപ്പിച്ച വ്രതത്തിൻ്റെ കൗണ്ടറിൽ നിങ്ങൾക്ക് കാണാം. 11 മാസക്കാലം ശരീരത്തെ പുഷ്ടിപ്പെടുത്താൻ മനുഷ്യൻ ശ്രമിക്കുമ്പോൾ, ശരീരമെന്ന് പറയുന്നത് ആത്മാവിൻ്റെ പേടകമാണെന്ന്, വാഹനമാണെന്ന് മനസ്സിലാക്കാതെ
ഭൂമിയെ കെട്ടിപ്പിടിച്ചും ഭൂമിയിലെ കൊട്ടിപ്പിടിച്ചും ഭൂമിയെ വെട്ടിപ്പിടിച്ചും മനുഷ്യൻ ആ ഭൗതികതയിൽ രമിക്കുമ്പോൾ നിന്റെ ഡ്രൈവറാകേണ്ടത് മണ്ണല്ല, ശരീരമല്ല, ആത്മാവാണ്, ആത്മീയതയാണ് എന്ന് ഞങ്ങൾ ഉറക്കെ പറഞ്ഞു. ബന്ധത്തെ കൃത്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ജീവനും പ്രാണനുമല്ല ആത്മാവ്, ആത്മീയത എന്നാണ് വിനീതമായി ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് വിയോജിക്കാം. അത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഒന്നാണ്, ദൈവത്വത്തിൻ്റെ അംശമല്ല. 4-ാമത്തെ മാസത്തിൽ മാതാവിൻ്റെ ഗർഭാശയത്തിൽ മണ്ണിൽ നിന്നുണ്ടായ ആ പച്ച മാംസത്തിൻ്റെ കഷ്ണം രക്തപിണ്ഡം മാംസപിണ്ഡത്തിലേക്ക് പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവായ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരാത്മാവ് ഘടിപ്പിക്കപ്പെടുമ്പോൾ അതാണ് മനുഷ്യൻ്റെ ഉന്നമനത്തിനുള്ള, ഉത്കൃഷ്ടതക്കുള്ള, സ്വഭാവ സവിശേഷതക്കുള്ള കണ്ടന്റ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ കണ്ടന്റിനെ ചവിട്ടിത്താഴ്ത്തിയവനാണ് ഖുർആൻ്റെ ഭാഷയിൽ ആത്മാവിൻ്റെ മനസ്സാക്ഷിയെ ചവിട്ടിത്താഴ്ത്തിയവനെ നീ കണ്ടില്ലേ? ചവിട്ടിത്താഴ്ത്തപ്പെട്ട ആത്മവിശുദ്ധിയെ വീണ്ടെടുത്ത് ബന്ധം സ്ഥാപിക്കാനാണ് കണക്റ്റ് മാനവരാശിയോട് പറഞ്ഞത്. ആത്മാവിൻ്റെ ലോകം ഇവിടെ അവസാനിക്കുന്നില്ലെന്ന് ഞങ്ങൾ പറയുമ്പോൾ മണ്ണിൽ നിന്നാണ് ദൗത്യം നിർവഹിച്ചത്. ഇവിടെ മണ്ണിലേക്ക് തന്നെ മടങ്ങുമ്പോൾ മിൻഹാ ഖലഖനാകും വഫിആ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റ. അല്ലയോ മനുഷ്യ, നീ മണ്ണിൽ നിന്നാണ്, മണ്ണിലേക്ക് തന്നെ മടക്കപ്പെടും. തീർന്നില്ല, ആ മണ്ണിൽ നിന്ന് നിൻ്റെ തറവാട്ടിലേക്കൊരു സഞ്ചാരമുണ്ട്. നീ സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ടവനാണ്. അവിടെ എത്തിയാലേ യാത്ര അവസാനിക്കാവൂ. ഓരോ മതവിശ്വാസിക്കും ആത്മാവിൻ്റെ വിഷയത്തിൽ അവൻ്റെ ഇംഗിതത്തിനനുസരിച്ച് അവൻ്റെ വിശ്വാസത്തിന് സഞ്ചരിക്കാം. ഒരു സിനിമാറ്റിക് രീതിയിലാണ് ഞങ്ങൾ കണക്റ്റയെ ആ ദൃശ്യവൽക്കരണത്തിൻ്റെ ആ ഒരു ത്രെഡ് കൊണ്ടുപോയത്. സിനിമ അവസാനിക്കുന്നില്ല. സിനിമ ഒരു കാര്യം പറഞ്ഞു വെക്കുന്നു. ആത്മാവ് ഒരു യാഥാർത്ഥ്യമാണ്, ആത്മാവ് വിശുദ്ധമാണ്, ആത്മീയ ശക്തി പ്രധാനമാണ്. ആത്മാവിൻ്റെ ആ ഒരു ഉത്കൃഷ്ടതയാണ് മനുഷ്യനെ ഉത്കൃഷ്ടനാക്കുന്നത്. അതുകൊണ്ട് ആത്മാവിൻ്റെ കൂടെ യാത്ര ചെയ്യൂ. അനന്തതയിലേക്ക്, ഒരു സ്വർഗത്തിലേക്ക്, മനുഷ്യർ ഒരുമിക്കുന്ന മഹാസംഗമത്തിലേക്കുള്ള ആ മഹായാത്രയുടെ ത്രെഡ് അകന്നകന്ന് പറന്ന് 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 ലോകാന്തരങ്ങളിലൂടെ സഞ്ചരിക്കട്ടെ. നമുക്ക് വീണ്ടും മനുഷ്യരാകാം. നമുക്ക് പുതിയ ലോകങ്ങളുമായി ബന്ധം സ്ഥാപിക്കാം. നമ്മൾ ഒന്നാണ്, നാം മനുഷ്യർ, നാം ഒന്ന്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.